അല്ല, അമ്മച്ചി പറഞ്ഞത് സത്യമാണെന്ന് ആദ്യത്തെ കിണർ കണ്ടപ്പോൾ തോന്നി. അപ്പൊ അത് തോന്നിയ പ്രചോദനമായി വീണ്ടും വീണ്ടും കാണാൻ. പിന്നെ വീണ്ടും വീണ്ടും കാണുമ്പം ആ സത്യത്തിലേക്കുള്ള റൂട്ടിലായി. അപ്പം ഈ കാണുന്നതല്ല സത്യമാണോ, ശരിയാണ് ശരിയാണ് ശരി. അപ്പൊ ശരിയിലേക്ക് ശകല ശരിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ശരിയിലേക്ക് തന്നെ പോകും. തീർച്ചയായിട്ടും. ആദ്യത്തെ ശരിയിലെത്താനാണ് ബുദ്ധിമുട്ട്. അതെ, എപ്പോഴും മനസ്സിലുണ്ട്. ഇപ്പോൾ ഓരോ കണ്ടെത്തലുകൾ വരുമ്പോഴും നമ്മൾ ഈ ശ്രീരാമന് ജയ് വിളിക്കുന്ന പോലെ എൻ്റെ ഓരോ കണ്ടെത്തലുകളിലും ഞാൻ അമ്മച്ചിക്ക് ജയ് വിളിക്കും. പുല്ലിയാട്ടെന്നാണ് അമ്മച്ചിയുടെ തറവാട് പേര്, അമ്മച്ചിയുടെ വീടിൻ്റെ പേര്. പുല്ലിയാട്ടെന്ന് കല്ലിരിക്കാട്ടേക്ക് വന്ന് കല്ലിരിക്കാട്ട് ഒരു വിനയം ഉണ്ടായിരുന്നു. അതെല്ലാം ത്യജിക്കേണ്ടി വന്നു, സമ്പത്തെല്ലാം. പക്ഷെ അപ്പോ അതിലും വലിയ ബൃഹത്തായ ഒരു സമ്പത്തിന്റെ ഉടമയായി. ഭയങ്കര ആനന്ദം. അതായത് പകരം വയ്ക്കാനില്ലാത്ത ഒരു സമ്പത്തിന്റെ ഉടമയായി. അത് ആ പകരം വയ്ക്കാനുള്ള സമ്പത്തെന്ന് ഞാനത് പറയുമ്പോൾ എനിക്ക് അതിന്റെ എങ്ങും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതൊരു ബ്രഹ്മാണ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അത്രമാത്രം. അതിനെല്ലാം പുലിയാട്ടെ, കല്ലിരിക്കാട്ടെ, താഴത്തമ്മച്ചി. പേര് തന്നെ ശരിക്കും പറഞ്ഞാൽ യേശുവിനെ യേശുവാക്കിയത് മറിയമ്മ എന്ന് പറഞ്ഞ പോലെ ആ അമ്മ ഇപ്പോഴും വലിയ ഭാഗ്യമാണ്. മറിമായമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ നടത്തിയത്. പക്ഷെ അമ്മച്ചി അത് അറിഞ്ഞില്ല. അല്ല, മായയാണ്. ഭാര്യയും ഞാനൊക്കെ ഞങ്ങൾ അവിടെ 2-3 കുടുംബമുണ്ടായിരുന്നു. അപ്പോൾ താഴത്തമ്മച്ചിയുടെ സ്നേഹവും നമുക്ക് ഒരു ദിവസം അവിടെ പോകണം. തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണം. അത് നമ്മുടെ പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പോകാം. തീർച്ചയായിട്ടും. നല്ല രസമുള്ള ഒരു പ്രദേശമാണ്. ഇത് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഇതൊരു മഹാത്ഭുതമാണ്. ഒരു അത്ഭുതത്തിന്റെ ഒരു പാത്രം കെട്ടിവെച്ചിരിക്കുകയാണ്. ഇത് തുറന്ന് ഇത് മനസ്സിലാക്കാനുള്ള തലമുറ ഉണ്ടായെങ്കിലേ പ്രയോജനമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതായത് ഇന്നത്തെ അന്ധകാലത്തിൽ നിന്ന്, അന്ധവിശ്വാസം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള സംഗതികൾ. ഈ ജീവിതത്തിൽ മോക്ഷം കിട്ടും. മോക്ഷം ഇവിടെ തന്നെ കിട്ടുകയാണ്. ഇത് ഈ ശ്രീരാമ സിദ്ധാന്തം മനോവേദ എന്താണെന്ന് മനസ്സിലാകുമ്പോൾ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള മോക്ഷമാണ് കിട്ടുന്നത്. എനിക്ക് മനസ്സിലായതാ. ചെറിയ കാര്യങ്ങൾ പോലും അറിയുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരു മോക്ഷം തന്നെയാണ്, മുക്തിയാണ്. പലതിൽ നിന്നും, പല അന്ധകാരത്തിൽ നിന്നും അറിവില്ലായ്മ എന്നുള്ള മുക്തി, അറിവിലേക്കുള്ള യാത്ര. അങ്ങ് എന്തോ യാത്ര ചെയ്തിട്ടായിരിക്കും ഈ അറിവ് മുഴുവൻ ശേഖരിച്ച് കിട്ടിയത്. വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അമ്മയുടെ മകനെ പോലെ ഇവിടെ മകനായിട്ട് തന്നെ താമസിക്കാനും അമ്മച്ചിയുടെ ഒപ്പം ജീവിക്കാനും എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏക ആശ്രയം അതായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ഗോവായിട്ടേക്ക് ഇപ്പോൾ പോകുന്ന ഒരു വീട് അവിടെ. അതുപോലെ തന്നെ രാമപ്പണിക്കർ, ഇന്ദിരാമ്മ, അത്ര പേരിൽ ഒതുങ്ങുന്നതാണ് ആ ലോകം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് അമ്മച്ചി എനിക്ക് പകർന്നു തന്ന ഒരു ചെറിയൊരു കാര്യം, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിധി, വലിയൊരു ലോകത്തേക്കുള്ള വാതിലല്ലേ തുറന്നു തന്നത്. വലിയ ജലാശയം നീരുറവ സൃഷ്ടിക്കുന്നത് പോലെ, നീരുറവയിലാണല്ലോ തുടക്കം, വലിയ ജലാശയത്തിന്റെ തുടക്കം. അങ്ങ് ആ സമുദ്രത്തിലേക്ക് അങ്ങ് പോയി അറിവാകുന്ന സമുദ്രത്തിലേക്ക്. പ്രണവവേദം എന്നുള്ള ആ മഹാസത്യത്തിന്റെ തുടക്കം താരതമ്യം നിന്ന് അന്നുമുണ്ട്, ഓർമ്മകളിലുണ്ട്. ഓർമ്മകളിലുള്ളതാണല്ലോ ശരിക്കും. ഇപ്പൊ ശ്രീരാമൻ പോലെ ഓർമ്മകളിലാണല്ലോ നിൽക്കുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ തുടക്കം. അതിന് കേശവൻ, അതുപോലെ താഴത്തമ്മച്ചി, അങ്ങനെ ഒത്തിരി പേര്, ഒരുപാട് വ്യക്തികൾ. ഈ രാമപ്പണിക്കരൊക്കെ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഒരു ഭണ്ഡാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നും പിന്നെ അച്ഛൻ്റെ വായനയിൽ നിന്നൊക്കെ ആണ് ഇങ്ങോട്ട്. വലിയ സന്തോഷം ഇത്ര അറിയാൻ കഴിഞ്ഞതിൽ. എന്തായാലും ഈ പ്രണവവേദത്തിൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും അറിവുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന മഹഗ്രന്ഥം വരും തലമുറയ്ക്ക് വലിയ പ്രചോദനമാകുമ്പോൾ അതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളതും കൂടെ മനസ്സിലായത് നന്നായി.
ഒരുപാട് ബഹുമാനത്തോടെ ആദരവോടെ നന്ദിയോടെ ഞാനെപ്പോഴും സ്മരിക്കുന്നതാണ് ആ നിമിഷം. ആ നിമിഷത്തിനാണ് അല്ല, ആ താരതമ്മയുടെ വാക്കുകൾ അതിപ്പോഴും അങ്ങയുടെ ചെവിയിൽ ഉണ്ട്. എൻ്റെ ചെവിയിൽ മാത്രമല്ല, ആ കേട്ടിരുന്ന ആളും അതേപോലെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാവും. സന്തോഷം ചോദിച്ചത് സന്തോഷം.